ഹായ് ഫ്രണ്ട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തി. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് ഹോമാണ് പരിചയപ്പെടുത്തുന്നത്. സ്റ്റെപ്പുകളിലാണെങ്കിലും വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിലാണെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് സ്റ്റൈലിൽ ആ ഒരു ലാൻഡിനനുസരിച്ച് നിർമ്മിച്ച ഒരു വീട്. 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വൈൽഡ് ഫ്ലവർ ആർക്കിടെക്ട്സ് ചെയ്ത റാഷിദ് എരവിമംഗലത്തിൻ്റെ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാകണം. ടെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീമാണ്. വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗേറ്റും ആണല്ലോ. സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, മെറ്റലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെരിഞ്ഞ ഒരു പ്രദേശമാണ്. അതിനനുസരിച്ചാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ നമുക്കൊരു ഫസ്റ്റ് ലെവലായിട്ട് കാണുന്നത് കാർ പോർച്ച് ഏരിയയാണ്. കാർ പോർച്ച് ഭംഗിയായിട്ട് മെറ്റൽ സ്ട്രക്ചറിൽ കാൻഡിലിവർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ പൈപ്പുകൾ കൊടുത്ത് അതിലാണ് ഈ ഒരു മൊത്തം വെയിറ്റ് താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇതിന് താഴെ നമുക്ക് കാണാം സോഫിറ്റ് പാനലുകൾ തന്നെയാണ്, വുഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം കോബിൾ സ്റ്റോൺ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു അഡീഷണൽ ഏരിയ കുറച്ച് നല്ല നാച്ചുറൽ പ്ലാന്റ്സ് ഹൈലൈനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ലെവലിലേക്ക് കയറുന്ന പോർഷനിൽ ഒരു ഭംഗിക്കും ഒരു ബ്ലോക്കിനും വേണ്ടിയിട്ട് ഇവിടെ നല്ല പ്ലാന്റുകൾ കൊടുത്തു. അതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറുന്നത്. സ്റ്റെപ്പുകളെല്ലാം ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ഡിഫറെൻറ്റ് ഷേപ്പുകളിൽ കോബിൾ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഭംഗി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ. ഇവിടെയും ഇതാ ബ്ലാക്ക് കളറിൽ തന്നെ കോബിൾ സ്റ്റോൺ കൊടുത്തു ഭംഗിയാക്കി. എല്ലാ ബോർഡറുകളും ഗ്രാനൈറ്റിൽ കൊടുത്തു. ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ കൂടി ആ മുറ്റം മുഴുവനായിട്ട് അടിപൊളിയായിട്ട് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇനി നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നാച്ചുറൽ പ്ലാന്റ്സും നാച്ചുറൽ ഗ്രാസും ഉണ്ട്. അതേപോലെ ഈ ഒരു സൈഡിലും നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് ഹോമാണ്. ഈ ഒരു ലാൻഡിനനുസരിച്ച് ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു ഭാഗത്തുള്ള സ്റ്റെപ്പുകളെല്ലാം ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നിലത്ത് തട്ടാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു അഡീഷണൽ പ്ലാന്റർ ബോക്സ് വലുത് ഇവിടെ കൊടുത്തു. അതിലൊരു നല്ലൊരു ബോൺസായി സ്റ്റൈലിലെ പ്ലാന്റും കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു എൻട്രൻസ് ഗ്രാൻഡായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു ഫ്ലോട്ടിംഗ് ഹോമാണെന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഭാഗത്ത് വരുന്ന ഫ്ലോട്ടിങ് തന്നെയാണ്. അതായത് വാട്ടർ ബോഡി വരുന്നുണ്ട്, അതിൽ നല്ല ഫിഷുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാൻഡിലിവർ ആയിട്ടാണ് ഈ ഒരു എലമെൻറ്റ്, ഈ ഒരു വീടിൻ്റെ ഒരു റൂം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ കാണാം. ഈ കാണുന്ന എലമെൻറ്റിനെയാണ് ഇത് ഷോ ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ബ്രിക്ക് സ്റ്റൈലിലെ വോളാണ്. ഇതിനകത്ത് ക്ലാഡിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അത് ടെറാക്കോട്ട സ്റ്റൈലിലാണ്. ഒരു സി ഷേപ്പിനെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ വലിയൊരു ഓപ്പണിംഗ് ഗ്ലാസ് കാണാം. ഫിക്സഡ് ഗ്ലാസ് ആണ്. കർട്ടൻ മൂവ് ചെയ്താൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്ലാഡിങ് സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു എലമെൻറ്റ് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്നതിന് അത് കാരണമായി. അതുപോലെ ഗ്രേ ബ്ലാക്ക് കളർ സ്കീമുകളാണ് സ്റ്റോണുകളിലെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എലമെൻറ്റ് മാത്രം ഇതിലേക്കൊരു ലൈറ്റ് ഗ്രേ ടച്ചിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ മേലെ ഒരു ബാൽക്കണി സ്റ്റൈലിലെ മെറ്റൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷോവാളായിട്ട് ടോപ്പിൽ നിൽക്കുക ഒരു ഗ്രേ തീം കാണാൻ പറ്റും. അതുപോലെ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ അതും മറ്റൊരു സി ഷേപ്പ് തന്നെയാണ് കേട്ടോ. ആ സി ഷേപ്പിനെയാണ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ കണ്ട സെയിം സ്റ്റോൺ തീം തന്നെ നേരെ മേലെ വരുന്ന എലമെൻറ്റുകൾ കൊടുത്തപ്പോൾ ആ ഒരു എക്സ്റ്റീരിയർ കോമ്പിനേഷൻ ഒന്നും കൂടെ ഭംഗിയായി മാറി. നല്ലൊരു പാസേജ് ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അതിലൂടെയാണ് ഈ ഒരു കാൻഡിലിവർ നമുക്ക് കാണാൻ പറ്റുന്നത്. കാൻഡിലിവറിലൂടെ നമുക്ക് ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഇവിടെയുണ്ട് ചെറിയൊരു ഗാർഡൻ സ്പോട്ട്. ആക്ച്വലി ഇവിടെ ഒരു നല്ല നാച്ചുറൽ പ്ലാന്റ് കൊടുത്തു. ഈ ഒരു ബീമിനെ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ ഓപ്പണിംഗ് ആയിട്ടാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്ലാന്റ് അവിടെ ഭംഗിയായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. എത്ര ഹൈറ്റിൽ പോയാലും അവിടെ ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് അതുള്ളത്. വീടിൻ്റെ സിറ്റ് ഔട്ട് എലമെൻ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരെ സിറ്റ് ഔട്ടിലേക്ക് അങ്ങ് കയറാം. ഇവിടെ ഓരോ സ്റ്റേജുകളായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് പല സൈസുകളുള്ള സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരേ പാറ്റേണുകൾ ഉണ്ടാക്കുമ്പോൾ വീടിൻ്റെ ഭംഗി നഷ്ടപ്പെടാറാണ് പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെൻറ്റ് സ്റ്റേജുകളിലായിട്ട് ഗ്രേ കളറുള്ള ഫുൾ സ്ലാബുകളാണ് കേട്ടോ. അതായത് 10 അടി സൈസും 80 സെൻറ്റിമീറ്റർ വിടുത്തും വരുന്ന സ്ലാബുകൾ അത് തന്നെയാണ് ഇവിടെ എല്ലാ ഏരിയകളും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇരിക്കാൻ നല്ലൊരു ഇരിപ്പിടം ലോങ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടെറാക്കോട്ട സ്റ്റൈൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. സിമ്പിൾ സിറ്റ് ഔട്ടാണ്. ഏറ്റവും എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ്. 2-3 പേർക്ക് ഇരിക്കാം. അതുപോലെ നേരെ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ കയറുകയാണിതാ
ഇങ്ങനെ എൻ്റർ ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡോറാണ്, വുഡൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടോ, ഇരിക്കാനും കുട്ടികൾ കൂടുതൽ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറേ നടന്നു വരികയാണെങ്കിലൊക്കെ ഇരിക്കാനുള്ള ഒരു സൗകര്യം അതിവിടെ ചെയ്തു. ഇവിടുത്തെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ്, കേർട്ടൻ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും നല്ല വുഡൻ ഷെയ്ഡിൽ വരുന്ന വിനീർ കൊടുത്ത് അടിപൊളിയാക്കി, ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സ്പേസിൽ നിന്ന് നേരെ ലിവിങ്ങിലേക്ക് അല്ലെങ്കിൽ ഓഫീസ് റൂമിലേക്കാണ് പോവുക. അത് കൂടാതെ ഒരു എക്സ്ട്രാ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. അത് ഗ്ലാസ് ഡോർ കൊടുത്താണ് അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത്. നമുക്കിതാ ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്യാനും പറ്റും കേട്ടോ. നേരെ ലിവിങ്ങിലേക്ക് വരാം. അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാം. ഒരു ഓഫീസ് റൂം തന്നെയാണ്. 2 സോഫകളാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഗ്രേ സ്കീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തു. അതുപോലെ വലിയ വിൻഡോ നമ്മൾ പുറത്തുനിന്ന് കണ്ടിരുന്നല്ലോ, ആ ഒരു പോർഷനാണ് ഈ ഒരു ഭാഗം. അത് കർട്ടൻസ് കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ആർട്ട് വർക്ക് കൊടുത്തു. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു എലമെൻ്റാണ്. ഇത് ജിപ്സത്തിൽ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മേലെ ടെക്സ്ചർ പെയിൻറ്റും കൂടെ കൊടുത്ത് ആ ഒരു സർക്കിൾ ഡിസൈൻ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ വൈറ്റ് കളറുള്ള ഒരു കൺസോൾ യൂണിറ്റ് ഇവിടെയും കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ലൈറ്റ് കൊടുത്ത ഓപ്പൺ സ്പേസ്. വീടിൻ്റെ അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇവിടെ പാർട്ടീഷൻ നമുക്ക് കാണാം, അതായത് ഒരു എൻട്രൻസ്. ഇവിടെ സ്റ്റെപ്പ് 1 അപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ കോണ്ടൂർ ഏരിയ ആയിരുന്നു, ചെരിഞ്ഞ ഏരിയ ആയിരുന്നു, അതിനനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്കിതാ ഫാമിലി ഹാളിലേക്കാണ് വരുന്നത്. വലിയൊരു ഡൈനിങ് സ്പേസും അതിനേക്ക് അനുബന്ധിച്ചൊരു TV ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്ന ലോങ് ആയിട്ടുള്ള സ്പേസാണ്. അതിലേക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ് ആണ്. വൈറ്റ് ടൈൽ കൗണ്ടർ ടോപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു യൂണിറ്റ് ആണ്. നല്ല ലൈറ്റുകൾ കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളി. ഒരു കൗണ്ടർ ടോപ്പ് ആകുമ്പോൾ എന്തായാലും അവിടെ ഒരു ഓപ്പൺ കിച്ചൺ പ്ലേസ് ചെയ്യുമല്ലോ. അങ്ങനെ വന്നിരിക്കുന്ന കിച്ചൺ ഏരിയ ആണ്. ഇതൊരു എൽ ഷേപ്പ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ടൈൽ കൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വാഷ് ബേസിന് അല്ലെങ്കിൽ സിങ്ക് ഏരിയ കൊടുത്തു. അതുപോലെ നല്ല രീതിയിലുള്ള ഷെൽഫുകളും ഡോറുകളും ഒക്കെ കൊടുത്തു ഈ ഒരു ഏരിയ ഭംഗിയാക്കിയിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാട്ടോ ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം പല രീതിയിൽ ഇതുപോലുള്ള ഡിസൈനുകൾ ചെയ്യാം. PVC-യിൽ ചെയ്യാം, മൾട്ടിവുഡിൽ അല്ലെങ്കിൽ WPC-യിലൊക്കെ ചെയ്യാം. അലൂമിനിയം കൺസെപ്റ്റിലാണ് ഇവിടുത്തെ എല്ലാ ഡിസൈനുകളും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ വരുന്ന ഒരു കളർ സ്കീമും കൂടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നേരെ വരികയാണെങ്കിലാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് കാണാൻ പറ്റുക. അതായത് കിച്ചണിന് നേരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്പേസ് വരുന്നത്. നല്ലൊരു ഡൈനിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. 6.3 സൈസിലുള്ള നല്ലൊരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് 6 പേർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ചെയർസും കൊടുത്തു. ഇനി ഇവിടെ തന്നെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ വാഷ് ബേസിൻ്റെ ബാക്കിൽ നമ്മൾ കാണാറുള്ളത് മിററാണ്. ഇവിടെ ഒന്നുകൂടെ വ്യത്യസ്തമായി നാച്ചുറൽ ഫീൽ കിട്ടുന്ന നാച്ചുറൽ പ്ലാന്റും അതുപോലുള്ള ഒരു ഏരിയ കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സ്പേസിനെ മൊത്തമായിട്ട് പറയണം. ഇതെല്ലാം കൂടെ ഒരൊറ്റ സ്പേസ് ആയിട്ടാണ് ഡിസൈനർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലൈറ്റ് കാണാൻ പറ്റും. ആ ലൈറ്റ് വരുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നാണ്. കാരണം ഇവിടെ റൂഫ് വരാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ വലിയൊരു യു ഷേപ്പ് സ്റ്റെയർ മെറ്റലിൽ വന്നു. അതിന് ചുറ്റും കവർ ചെയ്യുന്ന പാസേജ് ഏരിയയിലെല്ലാം ലൂവർ കൊണ്ടുള്ള ഡിസൈനുകൾ നമുക്ക് കാണാൻ പറ്റും വുഡൻ ഷെയ്ഡിൽ. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് ഒറ്റ ഡിസൈൻ എലമെൻ്റ് ആണ്. ഇവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് ഈ ഒരു ഫാമിലി ഏരിയ വരുന്നത്. ഫാമിലി ഏരിയയിൽ നല്ലൊരു ആർട്ട് വർക്കും ഈ ഒരു ഏരിയയിൽ ടെക്സ്ചർ പെയിൻറ്റ്, അതുപോലെ ഈ ഒരു TV വാളിനെ നമ്മൾ നേരത്തെ കണ്ട ചാർക്കോൾ പാനലുകൾ യൂസ് ചെയ്ത് നല്ലൊരു വലിയൊരു എലമെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് TV യൂണിറ്റിനെ. അതുപോലെ നല്ലൊരു എൽ ഷേപ്പ് സോഫ ഇവിടെ ഗ്രീൻ ടെർക്വൈസ് കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 2 ലെവലിലാണ് ഈ ഒരു സ്പേസ്. അതുകൊണ്ട് ഒരു പ്രൈവസി ഇവിടെ യൂണിറ്റ് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത്. നല്ല റൗണ്ട് ടേബിളും കാർപ്പറ്റും അതിലേക്ക് വന്നിരിക്കുന്ന ടൈലും വ്യത്യസ്തമാക്കുന്നത് തന്നെയാണ്. മെയിൻ ഹാളിൽ നിന്ന് നമ്മൾ റൂമിലേക്ക് കയറുമ്പോഴാണ് നമ്മൾ ടൈലിൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. 6x4 ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് അപ്പോക്സിയും ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് നല്ലൊരു ക്ലാഡിംഗ് വർക്ക് കാണാം, നല്ലൊരു ആർട്ട് വർക്കും കാണാം. നേരെ ബെഡ്റൂമിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു പാസേജിൽ തന്നെ നല്ലൊരു സ്റ്റഡി ഏരിയയും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്കറിയാം ബെഡ്റൂമിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹാളിൽ നിന്നും മാറി കംഫർട്ടായിട്ട് തന്നെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്കാണ് കയറിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള 2 പോർഷൻ വരുന്ന വലിയൊരു ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ബെഡ് കോട്ട് ഏരിയ ഈ ഒരു സൈഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബെഡ് കോട്ടാണ്, കാൻഡിലിവർ സ്റ്റൈലിലാണ്, കംഫർട്ടാണ്. അതുപോലെ തന്നെ ഹെഡ് വാളിൽ ലൂവർ ഡിസൈൻ കൊടുത്തു. 2 സൈഡിൽ വിൻഡോകളുണ്ട്, റോമൻ ബ്ലൈൻഡ്സും കൊടുത്തു.
എന്നാൽ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നല്ല മൊറോക്കൻ സ്റ്റൈലുകൾ കൊടുത്ത് ഭംഗിയാക്കിയ ഒരു ഇരിപ്പിടം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു കംഫർട്ടായിട്ട് ഒരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ ടെക്സ്ചർ വർക്കും നല്ലൊരു ആർട്ട് വർക്ക്, നല്ല ഒരു ഡിസൈൻ എലമെൻറ്റ് കൊണ്ടുവന്നു, വിൻഡോ ഹൊറിസോണ്ടൽ ഡിസൈനിൽ കൊണ്ടുവന്നു. അതുപോലെ ഇത് കുറച്ച് താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈൻ 2-3 സ്റ്റേജിലായിട്ടാണ് ഇവിടുത്തെ റൂഫ് വരുന്നത്. അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തത്. ഇവിടെ ഒരു ആർക്കിട്രൈവ് കാണാം, കാരണം ഈ ഒരു ഏരിയയിലാണ് വാർഡ്രോബ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരു റൂം തന്നെയാണിത്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണുള്ളത്. സിമ്പിളായിട്ടുള്ള ബെഡ്റൂമാണ്. നല്ലൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബേ വിൻഡോ എന്നുള്ള വ്യൂ പോലും നേരത്തെ നമ്മൾ കണ്ട ഓപ്പൺ സ്പേസിലേക്ക് പോകുന്ന രീതിയിലാണുള്ളത്. അതുപോലെ നല്ലൊരു ബെഡ് കോട്ട് കൊടുത്തു. ഭംഗിയുള്ള ഫ്ലൂട്ടഡ് പാനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിന് നല്ലൊരു ഷോ വാൾ പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആർട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ വാർഡ്രോബ് റൈറ്റ് സൈഡിലാണ്, മിററും റൈറ്റ് സൈഡിലാണ്. എലമെൻറ്റ് കണ്ണിലേക്ക് ലൈറ്റ് അടിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ബെഡ്റൂമാണ്, നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. നല്ല മെറ്റൽ സ്റ്റെയർ ആണ്, മെറ്റൽ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് ടോപ്പിൽ വുഡൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഗ്രാമ്പും വുഡൻ ആണ് കേട്ടോ. ഇതൊക്കെ GI പൈപ്പിലാട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വലിയ സ്റ്റെയർ ഏരിയ ആണ്, അപ്പോൾ അതിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ലൈറ്റുകൾ വേണമല്ലോ, അതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് റൗണ്ട് ഷേപ്പുകൾ കാണാം. നമ്മൾ ലിവിങ്ങിൽ കണ്ട അതേ ഐഡിയ ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ അത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഹാളിൻ്റെ സെൻറ്ററിലെ എലമെൻ്റ് ആയിട്ട് മാറി ഈ ഒരു സ്റ്റെയർ കേട്ടോ. കാരണം ഒരു ബ്രിഡ്ജ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡൈനിങ് സ്പേസും അതുപോലെ വാഷ് ബേസിൻ ഏരിയ, ഓപ്പൺ കിച്ചൺ എല്ലാം കാണുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഉള്ളതെങ്കിൽ, ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ TV ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് വ്യൂ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. സിമ്പിൾ റൂമുകളാണ്. മൊത്തം 4 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു വലിയ ഹാളും സ്പേസ് കിട്ടി, അതുപോലെ ഒരു ബാൽക്കണി സ്പേസ് കിട്ടി. എക്സ്ട്രാ ഉള്ള ഏരിയകളൊക്കെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് വരുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഒരു കാഴ്ച എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ ഇതാ വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് മാക്സിമം നമുക്ക് അവിടെ എത്താനും പറ്റും. അവിടെ ഗ്ലാസ് ഡോർ ഉണ്ട്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് സ്പ്രെഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള സ്പേസുകളും വീടിൽ നല്ലത് തന്നെ. സെക്യൂരിറ്റി കൂടി അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളൂ. ഇവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല, നല്ല ഹൈറ്റിൽ തന്നെയാണുള്ളത്. ഇതാ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലാഡിങ് സ്റ്റോൺ വരുന്ന വോൾ, ആ വോളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നല്ലൊരു ഫീൽ കിട്ടുന്ന നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു ബാൽക്കണി തന്നെയാണ്. വീടാകുമ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് എലമെൻറ്റ്സ് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു വീട് 2500 സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പലരും ബഡ്ജറ്റൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ബഡ്ജറ്റ് നമുക്കറിയാം, കൊടുക്കുന്ന വീടിൻ്റെ സൈസിനല്ല, കൊടുക്കുന്ന ഡീറ്റെയിലിനാണ് ബഡ്ജറ്റ് ആവുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്, കാണാൻ മറക്കണ്ട. പിന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.